ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീം ഗാർഡനിൽ നിന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. കുറച്ച് വലിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈദ് സ്പെഷ്യൽ സെയിൽസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സിംഗിളായിട്ടും അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ കോംബോ ആയിട്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. കോളുകൾ ഒഴിവാക്കാം കേട്ടോ, മാക്സിമം കോളുകൾ ഒഴിവാക്കാം. വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ ലിസ്റ്റുകളിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ ഓരോന്നിൻ്റെ ID പറയുന്നുണ്ട്, അപ്പോൾ ID ഇട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ. നമ്മുടെ മെയിനായിട്ട് നമ്മൾ കൊറിയറുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് DTDC കൊറിയർ, സ്പീഡ് പോസ്റ്റ് കൊറിയർ ഒക്കെ വഴിയാണ്. അതുകൂടാതെ നമുക്ക് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരുന്ന പ്ലാന്റ് വെഹിക്കിൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ് വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്ന പ്ലാന്റ്സുകൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സെയിം പോട്ടുകൾ അങ്ങനെ തന്നെയാണ് നമ്മൾ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ്. അതായത് നമുക്ക് പ്ലാന്റ്സ് ഒരു അനക്കം തട്ടാതെ വീടുകളിലേക്ക് സേഫായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പ്ലാന്റ് വെഹിക്കിൾ, അതായത് ഹോം ഡെലിവറി എന്നുള്ളതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഹോം ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ ഹോം ഡെലിവറി ചാർജ് വരുന്നത് 400 ആണ് ഒരു ബോക്സിന് ചാർജ് വരുന്നത്. ഒരു ബോക്സിൽ വലിയ പ്ലാന്റ്സുകളാണെങ്കിൽ ഒരു 4-5 പ്ലാന്റ്സ് വരെയാണ് മാക്സിമം ഒരു ബോക്സിൽ വയ്ക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 പ്ലാന്റ്സ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ചാർജിന് ചെറിയ പ്രൈസ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഹോം ഡെലിവറി പറ്റാത്തവർക്ക്, അതായത് എല്ലാ സ്ഥലങ്ങളിലേക്കും, അതായത് ഇപ്പോൾ കാസർഗോഡ് അതുപോലെ തന്നെ വയനാട്, ഇടുക്കി ഭാഗങ്ങളിലേക്ക് ഹോം ഡെലിവറി അവൈലബിൾ അല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് DTDC കൊറിയർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, പോകാം നേരെ വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ പതിവ് പോലെ നല്ലൊരു ഈദ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈദ് ഗിഫ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നോ ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ 3 പേർക്കാണ് നമ്മളിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നതാണ് 3 പേരെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്നും ലക്കി ഡ്രോ 3 പേരെ സെലക്ട് ചെയ്യാം. 3 പേരായിരിക്കും വിന്നറായിട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ നല്ലൊരു ഈദ് ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈദ് ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആണ് നമ്മൾ ഈദ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. 3 പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡോൾഫിൻ റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് ഈദ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല വെറൈറ്റി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് വാട്ടർ മെലൺ കിസ്സാണ് കേട്ടോ. ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് നമുക്ക് എപ്പോൾ വന്നാലും തികയാത്തൊരു പ്ലാന്റ് ആണ്. ഇപ്പോൾ നമുക്ക് 2-3 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വാട്ടർ മെലൺ കിസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഗ്രാഫ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 1400 ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒത്തിരി പേര് എൻക്വയറി ചെയ്ത പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ബട്ടർ കപ്പിൻ്റെ ഈ ഒരു സൈസുള്ള ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സൈസുള്ള ബട്ടർ കപ്പാണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ ബട്ടർ കപ്പിൻ്റെ റേറ്റ് വരുന്നത് 1200 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ 1200 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 1400 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാന്റ്സും എടുക്കുന്നവർക്കുള്ള കോംബോ പ്രൈസ് വരുന്നത് 2500 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നു, ഒത്തിരി പേര് പർച്ചേസ് ചെയ്തുകൊണ്ടുള്ള പ്ലാന്റ്സ് ആണ് അടർന. നമുക്കൊരു 2-3 പ്ലാന്റ്സും കൂടി അവൈലബിൾ ആണ് ഈ വലിയ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടർനയുടെ സ്റ്റോക്കുകളെല്ലാം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അടർനയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്, അതായത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 1200 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1200 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ.
അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ റാവു ഓറഞ്ച് ആണ് കേട്ടോ, അല്ലെങ്കിൽ സൺസെറ്റ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് ഡോക്ടർ റാവു ഓറഞ്ച്. അപ്പോൾ അതും അതുപോലെ തന്നെ ഡോക്ടർ റാവു റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, പുതിയ ഫ്ലവർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ റാവു റെഡ് ആൻഡ് ഡോക്ടർ റാവു ഓറഞ്ചിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 350 350 രൂപയാണ് ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത്. ഇനി നമുക്കിവിടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ വരുന്നത്. ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയാട്ടയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ. കയാട്ടയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്, ഫ്ലവറൊക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പ്ലാന്റ് ആണ് കയാട്ടയുടെ ഒരു പ്ലാന്റ്സ്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന വൈറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പൂന വൈറ്റിൻ്റെ പ്ലാന്റ്സ്. അടുത്ത് വരുന്നത് ഡോക്ടർ റാവുവിൻ്റെ ഓറഞ്ച് ഡോക്ടർ റാവു. അടുത്തത് വരുന്നത് മഹാറയുടെ ഒരു വൈറ്റ് ആണ് വരുന്നത്, വൈറ്റ് മഹാറ. ഇതുപോലെയാണ് ഫ്ലവർ വരുന്നത്, വൈറ്റ് മഹാറ. അടുത്ത് വരുന്നത് ബ്യൂട്ടി പിങ്ക് അല്ലെങ്കിൽ വീര ഡാർക്ക് പർപ്പിൾ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റിയാണ് വരുന്നത്. അപ്പോൾ 5 പ്ലാന്റായി. അടുത്തത് വരുന്നത് ഡോൾഫിൻ റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് വരുന്നത്, 6ാമത്തെ പ്ലാന്റ്സ്. അടുത്തത് വരുന്നത് ഡോക്ടർ റാവു റെഡ്. അങ്ങനെ ഒരു 7 പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസവും കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു 7 പ്ലാന്റ്സിൻ്റെ കോംബോ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ഒരു 100 പേർക്ക് കൊടുക്കാവുന്ന ഒരു കോംബോയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ഒത്തിരി കോംബോ കഴിഞ്ഞ വീഡിയോയിലെല്ലാം സെയിലായിരുന്നു കേട്ടോ, ഒരുപാട് പേര് വാങ്ങിച്ചിരുന്നു. നമ്മൾ 1 വീക്ക് കൊണ്ട് ഈ ഒരു പ്ലാന്റ്സുകൾ തന്നെ കുറേ കൊണ്ടുവന്നിരുന്നു കേട്ടോ. നമുക്ക് എത്രമാത്രം കൊണ്ടുവന്നാലും തികഞ്ഞിരുന്നില്ല ഈ പ്ലാന്റ്സുകൾ. അപ്പോൾ ഈ ഒരു 7 പ്ലാന്റിന് ഇന്നത്തെ ഇത് ഓഫർ പ്രൈസ് വരുന്നത് 1200. എല്ലാം പോട്ടിലുള്ള പ്ലാന്റ്സുകളാണ്, അത്യാവശ്യം സൈസുള്ള ഫ്ലവർ ഇട്ട പ്ലാന്റ്സുകളാണ് എല്ലാം. അപ്പോൾ കോംബോ പ്രൈസ് വരുന്നത് 1200 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. നല്ല ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തൊരു കോംബോ എന്ന് പറയുന്നത് അഡർണയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ് സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാനൊരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് വരുന്നത് സെക്കൂറ ബെല്ലാക്ക എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് സെക്കൂറ ബെല്ലാക്ക. അതുപോലെ അഡർണയും നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ അഡർണ വരുന്നത്. അപ്പോൾ ഈ 2 പ്ലാന്റും വെച്ചുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 2000 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു കോംബോ ആയിട്ട് വരുന്നത് ടാങ്ലോങ് പീച്ചാണ് കേട്ടോ. ടാങ്ലോങ് പീച്ചിന് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ടാങ്ലോങ് പീച്ചും അതുപോലെ തന്നെ ടാങ്ലോങ് പിങ്കും ആണ് കേട്ടോ. ടാങ്ലോങ് പിങ്ക് കുറവ് ആണ്, കുറച്ച് പീസ് മാത്രമേ 2-3 പീസ് മാത്രമാണുള്ളൂ. ടാങ്ലോങ് പിങ്കിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റുമാണ് കേട്ടോ. ഈ 2 പ്ലാന്റ് വെച്ചുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 850 850 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്, 2ഉം നല്ല ഫ്ലവർ ഇട്ട പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ ഒരു സൈസുള്ള ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ്സും. അടുത്ത് വരുന്നത് റൂബി റെഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന റൂബി റെഡാണ്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫ്ലവർ ഇടാത്ത പ്ലാന്റ്സുകൾ ജസ്റ്റ് കുറച്ച് DAP ഇട്ടിട്ട് നമുക്കൊന്ന് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ആയി തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള റൂബി റെഡ് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്ലാന്റ്, ഈ റൂബി റെഡിൻ്റെ പ്ലാന്റും ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റും വെച്ചുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 850 850 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തൊരു വരുന്നത് കയാട്ടയുടെ മദർ പ്ലാന്റ് ആട്ടോ. നമ്മൾ കയാട്ടയൊക്കെ കഴിഞ്ഞ ഒത്തിരി പ്ലാന്റ്സുകൾ കൊടുത്തിരുന്നതാണ്. കയാട്ടയുടെ പ്ലാന്റ്സിൻ്റെ ഈ ഫ്ലവർ കേട്ടോ, നല്ല അടിപൊളി ഫ്ലവർ ആട്ടോ, നല്ല കളറാണ് കേട്ടോ ഇതാണ് ഈ കയാട്ടയ്ക്കൊക്കെ വന്നിരിക്കുന്നത്. നല്ല വലിയ മദർ പ്ലാന്റ് ആണ് കയാട്ടയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും. അതുപോലെ തന്നെ ചില്ലി റെഡാണ് കേട്ടോ, വലിയ മദർ പ്ലാന്റ്സ് ആണ് ചില്ലി റെഡ് വന്നിരിക്കുന്നത് കണ്ടോ. നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സ് ആണ്, 8 ഇഞ്ച് പോട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തപ്പം ബൊഗിൻവില്ലയുടെ ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ള് ഫ്ലവർ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ 2 പ്ലാന്റ് വെച്ചിട്ടുള്ള ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 800 രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു കയാട്ടയ്ക്ക് പ്രൈസ് വരുന്നത് 450 ആണ്. അതുപോലെ തന്നെ ഈ ഒരു ചില്ലി റെഡിന് റേറ്റ് വരുന്നത് 450 ആണ്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റൂബി റെഡിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. കുറച്ച് പേര് റൂബി റെഡിൻ്റെ മദർ പ്ലാന്റ്സുകൾ ആവശ്യപ്പെട്ടിരുന്നു. റൂബി റെഡിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കാണ് കേട്ടോ. മഴ പെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, മഴ പെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫ്ലവർ പൊഴിഞ്ഞു പോയേക്കാണ്. പുതിയ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൈസുള്ള റൂബി റെഡിൻ്റെ പ്ലാന്റ് നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ടിസ്റ്റർ റെഡ് ആണ് കേട്ടോ. ടിസ്റ്റർ റെഡ് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ കാണാനായിട്ട്. ഇതിൻ്റെ ഫ്ലവറുകളെല്ലാം പൊഴിഞ്ഞു പോയിട്ടോ.
പുതിയ ഫ്ലവറുകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ്. ടിസ്റ്റോറെഡിന് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിസ്റ്റോറെഡിൻ്റെ റേറ്റ് വരുന്നത് 380. ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് 380. 380 രൂപയാണ് റേറ്റ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഹവായിയൻ പർപ്പിളാണ് കേട്ടോ. ഹവായിയൻ പർപ്പിൾ അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 450. 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് പുതിയ ഫ്ലവറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് കിങ് എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ്. ഇത് എന്താണെന്ന് വെച്ചാൽ പൂക്കളുണ്ടോ, അടർനയുടെ പൂക്കൾ പോലെയാണ് കേട്ടോ. ശരിക്കും അടർന പൂക്കൾ പോലെയാണ്, അതുപോലെയാണ് സാമ്യം കണ്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 350. 350 രൂപയാണ് റേറ്റ് വരുന്നത്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാം അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റമാണ് ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. ലീഫ് ഇതുപോലെ യെല്ലോ വെരിഗേഷനായിട്ട് ഇതുപോലത്തെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന ഡോൾഫിൻ റെഡാണ്. ഡോൾഫിൻ റെഡിനകത്തെ പ്രൈസ് വന്ന് 240. 240 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് സൺറൈസ് വയലറ്റിൻ്റെ വലിയൊരു പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. പൂക്കളൊക്കെ ഒരു പൂവേ ഉള്ളൂ, പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമാണ്, അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വന്ന് 480. 480 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ് ഡിലൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. വലിയ പ്ലാന്റ് ആണ്, അത്യാവശ്യം നല്ല മദർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫ്ലവർ വന്നിരിക്കുന്നത്. ഫ്ലവറിൻ്റെ കളർ കുറച്ചും കൂടി തെളിഞ്ഞ് വരാനുണ്ട്, ഒരു പിങ്ക് കളർ കുറച്ചും കൂടി കയറി വരാനുണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 500 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ആദ്യം റൂബി റെഡിൻ്റെ പ്ലാന്റ്സുകൾ പറഞ്ഞിരുന്നു കേട്ടോ, കാണിച്ചിരുന്നു. ഈ ഒരു റൂബി റെഡിൻ്റെ പ്ലാന്റ്സിൻ്റെ ഫുൾ ഫ്ലവറൊക്കെ പോയിട്ട് പുതിയ ഫ്ലവറുകൾ ഫുള്ള് വരുന്നതാണ് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും 600 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര സ്ട്രൈപ്സ് ആണ് കേട്ടോ. ഫ്ലവറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേക്കാണ് കേട്ടോ കാണുന്നത്. ചിത്ര സ്ട്രൈപ്സിൻ്റെ പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് ചിത്ര സ്ട്രൈപ്സ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 300 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് നമുക്ക് ജുവൽ പീച്ചിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്, നല്ല രസമാണ് കേട്ടോ. ജുവൽ പീച്ച് നല്ല ടോർച്ച് വെറൈറ്റി എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ്, കട്ട കുത്തി, അതായത് നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ജുവൽ പീച്ച്. ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വന്ന് 300 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു പ്ലാന്റ് മാത്രമാണ് ഇട്ടുള്ളൂ. റേറ്റ് എന്ന് പറഞ്ഞാൽ തായ് ഗോൾഡൻ സുബർണയാണ് കേട്ടോ. ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്ലാന്റ്സ് ഒന്നും ഇനി വരാൻ സ്റ്റോക്ക് ഇല്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന നഴ്സറിലെല്ലാം പ്ലാന്റ്സുകൾ അറൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്ലാന്റ്സുകളൊന്നും പുതിയത് വരാനില്ല കേട്ടോ. തായ് ഗോൾഡൻ സുബർണ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്, നല്ലൊരു രസം തന്നെയാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. പുതിയ ഫ്ലവറുകളൊക്കെ വന്നു തുടങ്ങുന്നതാണ്. ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന് പ്രൈസ് വരുന്നത് 700 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഐഡിയ അറിയില്ലാത്തൊരു പ്ലാന്റ് അവൈലബിൾ ഉണ്ട്. നല്ല രസം തന്നെയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട്. ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത്. കണ്ടോ, ഫുൾ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഏതായാലും പൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ആദ്യം പറഞ്ഞ ഓറഞ്ച് കിങ് എന്ന് പറഞ്ഞ പ്ലാന്റ്, അതായത് ഓറഞ്ച് കിങ് അല്ലെങ്കിൽ കിങ് മാർബിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള ഒരു കോംബോയാണ്. ഈ കോംബോ പ്രൈസ് വരുന്നത് 700 രൂപയാണ്. ഈ രണ്ട് പ്ലാന്റും വെച്ചിട്ടുള്ള കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. രണ്ട് പ്ലാന്റും അത്യാവശ്യം വലിയ പ്ലാന്റുമാണ്, ഫുൾ ഫ്ലവറും ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട്. ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് 700. ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ സിൽവർ ചിത്രയാണ് കേട്ടോ. ലീഫൊക്കെ ഇതുപോലെ സിൽവർ കളർ വന്നിട്ട് ചെറിയൊരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ടൊരു ലീഫാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ലീഫ് വരുന്നത്. സിൽവർ ചിത്രം അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. ഫ്ലവർ പൊഴിഞ്ഞു പോയിക്കാണ്. പുതിയ ഫ്ലവറുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പുതിയ ഫ്ലവറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിൽവർ ചിത്രയുടെ പ്ലാന്റുകൾ ഒരു 4 പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ന് സിൽവർ ചിത്രയുടെ റേറ്റ് വരുന്നത് 600 രൂപയാണ് സിൽവർ ചിത്രയ്ക്ക് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡുള്ളതും നല്ല റേറ്റ് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 4 പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 600. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ. വലിയ ഫ്ലവറാണ്, അത്യാവശ്യം നല്ല സൈസുള്ള ഫ്ലവറാണ് കേട്ടോ. ഇത്രയും വലിയ ഫ്ലവർ നമുക്ക് ഇവിടെ നിലവിൽ ഇപ്പോൾ ഈ ഗാർഡനിൽ ഇത്രയും വലിയൊരു ഫ്ലവർ കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല സൈസുള്ള ഫ്ലവറാണ്. ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് കേട്ടോ.
ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഫുൾ ഫ്ലവർ ഉണ്ടായിരുന്ന പ്ലാന്റാണ്. ഇതേ ഫ്ലവറൊക്കെ പൊഴിഞ്ഞ് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് 350, 350 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഒരു 3 പ്ലാന്റ് 4 പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ്സുകളാണ് കേട്ടോ. സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പ്ലാന്റ്സ് ഇല്ല കേട്ടോ, നമുക്ക് വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു 4-5 പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നേരത്തെ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ബ്ലൂബെറി ഡ്വാർഫ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. നേരത്തെ നമുക്ക് വന്നിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അന്നിരുന്ന പ്ലാന്റ്സുകളൊക്കെ ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട്, അപ്പോൾ നമുക്കൊരു 4 പ്ലാന്റ്സ് ഇവിടെ ബാലൻസ് ഇരിക്കുന്നുണ്ട്. ഫ്ലവർ പൊഴിഞ്ഞു പോയിട്ട് പുതിയ ഫ്ലവറുകളെല്ലാം വന്ന് ഫുൾ ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ബ്ലൂബെറി ഡ്വാർഫ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250, 250 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. ഫ്ലവർ പൊഴിഞ്ഞു പോയിക്കാണ്. ഇതാണ് വരുന്നത്. 2 പ്ലാന്റ് മാത്രം നമുക്ക് അവൈലബിൾ ആണ് മൾട്ടി ഗ്രാഫ്റ്റ് കേട്ടോ. 3-4 ഗ്രാഫ്റ്റൊക്കെ ആയിട്ടാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ 4 ഗ്രാഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. ഫ്ലവറിൻ്റെ കളർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സൈസാണ് കേട്ടോ മൾട്ടി ഗ്രാഫ്റ്റഡ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള മൾട്ടി ഗ്രാഫ്റ്റിൻ്റെ പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 1200 ആണ് റേറ്റ് വരുന്നത്. 1200 രൂപയാണ് റേറ്റ് വരുന്നത്. 2 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ബ്രീസ പീച്ചാണ് കേട്ടോ. ബ്രീസ പീച്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ബ്രീസ പീച്ചിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 550, 550 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്കിത് ഒരു പ്ലാന്റ് മാത്രമാണ് കേട്ടോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്ലവർ ഫുള്ള് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഒറ്റ പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സൺഷൈൻ ആട്ടോ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ഇരിക്കുന്നത്. ഗോൾഡൻ സൺഷൈൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 550. പൂക്കൾ പൊഴിഞ്ഞു പോയേക്കുവാണ്. നമുക്കൊന്ന് DAP ഒക്കെ ഇട്ട് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് പൂക്കൾ വരാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 550. ഇനി നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് കാണാം. ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ്. ഫ്ലവറൊക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റാണ്. ആദ്യം ഫ്ലവറൊക്കെ വന്നിട്ട് മൊത്തം പൊഴിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ വെയിലത്തേക്ക് വെച്ചപ്പോൾ പുതിയ ഫ്ലവറുകൾ വന്നു തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 550. അപ്പോൾ മിസ് വേൾഡ് നമുക്കൊരു 2-3 പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡായുടെ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു പ്ലാന്റ് മാത്രമാണ്, വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഒരു പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലീഫിൻ്റെ വെരിഗേഷൻ കണ്ടു. ഇങ്ങനെയാണ് സെൻഡായുടെ ലീഫിനൊരു വെരിഗേഷൻ ഉണ്ടാവും. ഫ്ലവർ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റ് മാത്രമാണ് സെൻഡായി അവൈലബിൾ ആയിട്ട്. അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത നല്ല റെയറും ആയിട്ടുള്ളൊരു പ്ലാന്റാണ് സെൻഡായി. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 450, 450 രൂപയാണ് പ്രൈസ് വരുന്നത്. സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ബിദാദരിയുടെ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്കിത് 4 പ്ലാന്റ് മാത്രമാണ് ബിദാദരി അവൈലബിൾ ആയിട്ടുള്ള സെയിലിന്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. 3 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഫ്ലവർ മൊത്തം ഫുൾ ഫ്ലവർ വന്നിട്ട് പൊഴിഞ്ഞു പോയതാണ് മഴ വന്നപ്പം. ഇപ്പോൾ വീണ്ടും ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിദാദരിയുടെ നല്ലൊരു പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ബിദാദരി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ബിദാദരിക്ക് റേറ്റ് വരുന്നത് 650 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 3 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. വീഡിയോയുടെ അടുത്തൊരായിട്ട് എന്ന് പറഞ്ഞാൽ ഡോക്ടർ റാവു റെഡിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കര സൈസുള്ള ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് എൻ്റെ കമ്പൊക്കെ മുറിച്ച് കളയാൻ തോന്നുന്നില്ല. കാരണം ഫ്ലവറൊക്കെ ഫുള്ള് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, പ്ലാന്റിൻ്റെ സൈസ് കാണാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് 350, 350 രൂപയാണ് പ്രൈസ് വരുന്നത്. എല്ലാം അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞത് ഫയറപ്പിൾ ഓറഞ്ച് ആണ് കേട്ടോ. കവർ സൈസ് വന്നിരിക്കുന്ന ഫയറപ്പിൾ ഓറഞ്ച് ആയിരുന്നു. 1-2 പ്ലാന്റ് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഫുൾ ഫ്ലവർ ഇട്ടു കേട്ടോ. പ്ലാന്റ് നല്ല ഫ്ലവറൊക്കെ ഇട്ട് ഫയറപ്പിൾ ഓറഞ്ച്. അതുപോലെ തന്നെ ചില്ലി യെല്ലോയുടെ നല്ല ഫ്ലവർ ഇട്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഏകദേശം 2ഉം ഒരേ സൈസിലുള്ള പ്ലാന്റാണ്. ഫയറപ്പിൾ ഓറഞ്ചും ചില്ലി യെല്ലോയും ഈ 2 പ്ലാന്റ് വെച്ചിട്ട് ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് 650 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 650. അടുത്ത ചില്ലി യെല്ലോയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസുള്ള ചില്ലി യെല്ലോയുടെ പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 250, 250 രൂപയാണ് റേറ്റ് വരുന്നത്.
അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സുകളുടെ ലിസ്റ്റ് ഇട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോം ഡെലിവറി അവൈലബിൾ ആണ്. എല്ലായിടത്തായിട്ടും ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ DTDC കൊറിയറും സ്പീഡ് പോസ്റ്റും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റുകൾ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. നല്ലൊരു ഈദ് ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.